അടുത്ത ചോദ്യം അബ്ദുള്ള ബാസിലിൻ്റെയാണ്. ഖുർആനിലെ സൂറത്ത് അൽ മാഇദ 101, 102 ആയത്തുകൾ താങ്കൾ ഒരു ലേഖനത്തിൽ പകുതി ഭാഗം കട്ട് ചെയ്താണ് കൊടുത്തിരുന്നത്. നേർവിപരീത അർത്ഥം കിട്ടുന്ന രൂപത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം ഈ ഉള്ളവൻ 3 വർഷം മുമ്പ് നടന്ന എം അക്ബറുമായുള്ള സംവാദത്തിനിടയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഓർമ്മയില്ല എന്ന മറുപടിയാണ് തന്നത്. പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. പരിശോധിച്ചു കഴിഞ്ഞാൽ അത് തട്ടിപ്പ് നടത്തിയതായിരുന്നോ അതോ ബോധപൂർവമുള്ള ഇരയായിരുന്നോ? അബ്ദുള്ള ബാസിൽ. ഇത് എവിടെ പറഞ്ഞതാണ്, എവിടെ എഴുതിയതാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഒരു 10-15 കൊല്ലം മുമ്പ് ബ്ലോഗിൽ എഴുതിയതായിരിക്കുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. 15 കൊല്ലം മുമ്പ് ഞാൻ ബ്ലോഗിൽ കാര്യങ്ങൾ എഴുതുമ്പോൾ അയ്യൂബ് പറഞ്ഞമാതിരി തന്നെ എൻ്റെ അറിവുകൾ ഇന്നത്തേതിനേക്കാൾ ഒരു 15 കൊല്ലം മുമ്പത്തെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് ഒരു ഖുർആൻ വാക്യത്തെക്കുറിച്ച് ഞാൻ അന്ന് വായിച്ച പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കി എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ഏതാണ് സൂക്തം, ഏതാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുള്ള പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വന്നിട്ടില്ല. വേണമെങ്കിൽ ബ്ലോഗിലെഴുതി ആരാ ചോദ്യം ചോദിച്ച ആളാരാ? ആ ബ്ലോഗിലെഴുതിയ കാര്യമല്ലേ പറയുന്നത്? 2008 15 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തില് ഏതാ കാര്യമോ ഒരു കാര്യം ഏതാണെന്ന് ഇതിനകത്തിട്ട് സൂചിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നേർവിപരീതമായി പറഞ്ഞ് കട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അത് ഏതാണ് ആയത്ത്, ഏതാണ് കട്ട് ചെയ്ത് തീർന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പഴയ ബ്ലോഗൊന്നും ഇപ്പൊ കാണാറ് പോലും ഇല്ല. എന്നോ 10-15 കൊല്ലം മുമ്പ് എഴുതിയ ബ്ലോഗൊന്നും ഇപ്പൊ ബ്ലോഗിലാരും കയറാറില്ലാത്തതുകൊണ്ട് തന്നെ ബ്ലോഗ് നോക്കാറില്ല. ഈ ആയത്ത് ഞാൻ എന്റെ ഖുർആൻ ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത് വരാനുണ്ടാവും. ആ ഖുർആൻ ക്ലാസ് പറയുമ്പോഴാണ് എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അറിവ് അതിൽ വരിക.